വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് ഔഷധച്ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നത് അലങ്കാരത്തിനോ അതോ ആവശ്യത്തിനോ എന്നതിനെക്കുറിച്ചാണ്. പഴയ കാലത്ത് ഇന്നത്തെ പോലെ 5 സെൻറ്റിലും 3 സെൻറ്റിലും ഒന്നുമല്ല വീടുകൾ വയ്ക്കുന്നത്. വീടിന് ചുറ്റും ധാരാളം സ്ഥലങ്ങളുണ്ടായിരിക്കും. ചുറ്റിലും ധാരാളം ഔഷധച്ചെടികളും വെച്ച് പിടിപ്പിക്കും. ആ രീതിയാണ് തുടർന്നിരുന്നത്. വീടിൻ്റെ മുൻഭാഗത്ത് ഔഷധവീര്യമുള്ളതും പൂജയ്ക്കുപയോഗിക്കുന്നതുമായ ചെടികളാണ് വെച്ച് പിടിപ്പിക്കുക. തന്മൂലം അവയിൽ തട്ടി പ്രസരിക്കുന്ന കാറ്റ് പരിസരത്തെയും ഗൃഹാന്തരീക്ഷത്തെയും ശുദ്ധീകരിക്കുകയും സുഗന്ധപൂരിതമാക്കി തീർക്കുകയും ചെയ്യും. ഔഷധച്ചെടികൾ ധാരാളം വെച്ച് പിടിപ്പിച്ചാൽ അത്യാവശ്യത്തിന് എങ്ങും ഓടി നടക്കേണ്ട ആവശ്യം വരുന്നില്ല. ആവശ്യത്തിന് പറിച്ചെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. തുളസി, വേപ്പ്, കച്ചോലം, പനിക്കൂർക്ക, ദശപുഷ്പങ്ങൾ തുടങ്ങി അനവധി ഔഷധവീര്യമുള്ള ചെടികൾ മുൻവശത്ത് വെച്ച് പിടിപ്പിക്കുന്നത് പഴയ കാലത്ത് ആളുകളുടെ ഒരു ശീലം തന്നെയായിരുന്നു. അന്നൊക്കെ ഗ്രഹത്തിന് ചുറ്റും ധാരാളം പുരയിടമുണ്ടായിരുന്നു. കൂടാതെ പുറമ്പോക്കുകളിൽ കുടംപുളി, കോൽപ്പുളി, പ്ലാവ്, മാവ്, അയിനി തുടങ്ങിയവ കൂടാതെ തേക്ക്, പൂവരശ്, ആഞ്ഞിലി, ഇലഞ്ഞി, കൊന്ന, ആര്യവേപ്പ്, കൂവളം, മുരിങ്ങ, എരിക്ക്, ദേവതാരം എന്തിനു പറയുന്നു ഒരുപാട് സസ്യങ്ങൾ വെച്ച് പിടിപ്പിച്ചിരുന്നു. ഇന്നത്തെ കാലത്ത് സ്ഥലവുമില്ല, വേണ്ട വിധത്തിൽ ശുദ്ധമായി സംരക്ഷിക്കാനുള്ള മാർഗവുമില്ലാത്ത അവസ്ഥയാണ്. ഈ വൃക്ഷങ്ങളും ചെടികളും നിൽക്കുന്നതിനാൽ കടുത്ത ചൂടിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇന്നത്തെ സ്ഥിതിയോ? കുഞ്ഞുങ്ങൾക്കാർക്കെങ്കിലും ഒരു വിരശല്യമുണ്ടായാൽ ഉടൻ കച്ചോലം പറിച്ചെടുത്ത് ഉപയോഗിക്കാം. വിരശല്യത്തിന് കച്ചോലം മരുന്നാണ്. തലവേദനയോ ജലദോഷമോ ഉണ്ടായാൽ പനിക്കൂർക്കയുടെ ഇല പറിച്ച് ഞെരടി നെറ്റിയിലും മൂക്കിലും പുരട്ടി തുളസി കഷായം വെച്ച് കൊടുത്താൽ മതി. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിലുള്ള എല്ലാവിധ ചെടികളും ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്, ചിലത് പല രോഗങ്ങൾക്കും ഔഷധമാണ്. നമ്മൾ അത് ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നില്ലെന്ന് മാത്രം. ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വന്നാൽ മതി, ഉടൻ ഡോക്ടറുടെ സമീപത്തേക്ക് ഓടുകയാണ്. അന്നൊക്കെ അസുഖം തന്നെ വളരെ കുറവാണ്. അഥവാ എന്തെങ്കിലും ചെറിയ പനിയോ തലവേദനയോ വയറുവേദനയോ വിരശല്യമോ ഒക്കെ ഉണ്ടായാൽ തന്നെ അത് അവിടം കൊണ്ട് തന്നെ പരിഹരിക്കും. പ്രായമുള്ളവർക്ക് ഇന്ന കാര്യത്തിന് ഇന്ന മരുന്ന് കൊടുക്കണമെന്നറിയാം, അവർ അത് ചെയ്യും. ഇക്കാലത്ത് വളരെ വിഷമിപ്പിക്കുന്ന മഞ്ഞപ്പിത്തത്തിന് പഴയ മുത്തശ്ശിമാർ ഒറ്റ നേരത്തെ പച്ചമരുന്ന് കൊണ്ട് അസുഖം ഭേദമാക്കിയിരുന്നു. ഇപ്രകാരമുള്ള ഔഷധ സസ്യങ്ങൾ വീട്ടുവളപ്പിലുണ്ടായിരിക്കുന്നത് എത്ര ഗുണകരമാണെന്ന് മനസ്സിലാകുന്നില്ലേ? ആളുകൾ ഒരു വിലയും കൽപ്പിക്കാത്ത തൊട്ടാർവാടി ഏതെല്ലാം രോഗങ്ങൾക്ക് ഔഷധമാണെന്ന് മനസ്സിലാക്കുക. ഇന്ന് ഒരു കുറുന്തോട്ടി പോലും കിട്ടാത്ത അവസ്ഥയിലായി കഴിഞ്ഞു. കാലത്തിൻ്റെ ഒരു മാറ്റം നാം കണക്കിലെടുക്കേണ്ടതാണ്. ഇപ്പോൾ ഔഷധച്ചെടികൾ വീട്ടുവളപ്പിൽ നട്ടുപിടിപ്പിക്കുന്നത് അലങ്കാരത്തിനല്ല എന്ന് മനസ്സിലായില്ലേ? ആവശ്യമാണെന്നുമുള്ള കാര്യം മറക്കാതിരിക്കുക.